2025 സൗദി അറേബ്യയിൽ വൻ മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് ഫ്രാൻസ് ബേസ്ഡ് ഒരു അറബിക് പത്രം 2-3-4 ദിവസമായി ഇത് പബ്ലിഷ് ചെയ്ത് വലിയ സംഭവമാണ്, വലിയ രീതിയിലാണ് വൈറലായേക്കുന്നത് ഗ്ലോബലായിട്ട്. ഈ പത്രത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം അതിനു മുമ്പ് ഞാൻ ചില വീഡിയോകൾ ചെയ്തിരുന്നു, നിങ്ങൾക്കറിയാം, സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട്. അവർ നടത്തുന്ന മാറ്റങ്ങൾ അറേബ്യൻ ലോകത്ത് മാത്രമല്ല, അത് ഗ്ലോബലി ഭയങ്കരമായിട്ട് അത് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ ഖത്തർ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഖത്തർ വേൾഡ് കപ്പോട് കൂടി ഇസ്ലാമിക ലോകത്തെ, ഇസ്ലാമിക രാജ്യങ്ങൾ എന്താണ് എന്ന് ലോകം അറിയും. അതിനുശേഷം ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതിന് ഇടിച്ചിലുണ്ടാകും. പിന്നീട് നിങ്ങൾ കണ്ട എന്താണ് ഇറാനിലുണ്ടാകുന്നത്, എന്താണ് മറ്റ് പല രാജ്യങ്ങളിലുണ്ടാകുന്നത്. അവസാനം എത്തി നിൽക്കുന്നത് 2017 സാൻ ബെർണാഡിനോ കൂട്ടക്കൊലയ്ക്ക് ശേഷം. കാരണം അതിന് പങ്കെടുത്ത സെയ്ദ് ഫറൂഖി എന്ന് പറഞ്ഞ പാകിസ്ഥാൻകാരൻ ഈ സൗദി അറേബ്യയിൽ വന്നാണ് ഇൻടോക്സിക്കേറ്റഡ് ആയതെന്ന് വഹാബിസം, സലഫിസം. അതിനുശേഷമാണ് അതേപോലെ കൊലപാതകം നടത്തുവാൻ വേണ്ടി പാകിസ്ഥാനിൽ അവിടുന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു, ആയിഷ. അപ്പം അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ ലോകം മുഴുവനും വലിയ സംഭവമായി മാറി. അപ്പം അതിനുശേഷമാണ് 2017 ശേഷമാണ് മുഹമ്മദ് ബിൻ സൽമാൻ ഈ വലിയ രീതിയിലുള്ള ചേഞ്ചസ് സൗദി അറേബ്യയിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾക്കറിയാം, സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ഈ പർദ്ദ എന്ന് പറയുന്ന ചാക്ക് പൂർണ്ണമായിട്ടും അത് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, അല്ലാത്ത വിടണ്ട. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി സ്ത്രീകൾക്ക് ഇരിക്കാൻ വേറെ സ്ഥലം, പുരുഷന്മാർക്ക് ഇരിക്കാൻ വേറെ, ആ രീതിയിലായിരുന്നു അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അയൺ മറകൾ വെച്ചിരുന്നത്. അപ്പം അതിന് മാറ്റം വന്നു. കാസിനോസ്, നിങ്ങൾക്കറിയാം, ലാസ് വെഗാസ്, അവിടെ ഏറ്റവും കൂടുതൽ കാസിനോസിൽ പോകുന്ന അറബ്സാണ്. അതാണ് തമാശ എന്ന് പറയുന്നത്. അപ്പോൾ അത് സൗദി അറേബ്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ക പറയാൻ ചൂതാട്ടം, പിന്നെ സിനിമകൾ വരാൻ തുടങ്ങി. കോൺസേർട്ട്, അതായത് ലോകപ്രശസ്തരായ സംഗീതജ്ഞന്മാരുടെ കോൺസേർട്ട്, പോപ്പും റോക്കും ഒക്കെ സൗദി അറേബ്യയിൽ വരാൻ തുടങ്ങി. അല്ല, അറബ്സ് വല്ലാത്ത രീതിയിലുള്ള അവിടെയുള്ള സൗദി അറേബ്യൻ അറബ്സിന് ഇപ്പോഴാണ് മനസ്സിലായത് ലോകം എങ്ങോട്ടായി പോകുന്നത്, എന്താണ് അവിടുത്തെ റൂളർ ഈ മാറ്റം ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഈ പത്രത്തിനകത്ത് പറയുന്ന സംഭവങ്ങളുണ്ട്. കാരണം സൗദി അറേബ്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം. കാരണം ആ രാജ്യത്ത് ഇഷ്ടം പോലെ പണം, പക്ഷേ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പല കമ്പനികൾ വന്നേ മതിയാവത്തുള്ളൂ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഗവൺമെൻറ് കോൺട്രാക്റ്റ് കിട്ടുന്ന കമ്പനികൾ, അപ്പോൾ അവർക്ക് ഇഷ്ടം, ഇവരെല്ലാം ദുബായ് ബേസ്ഡ് ആണ്. പക്ഷേ അവർക്ക് ദുബായ് ഹെഡ് ക്വാർട്ടേഴ്സ് മാറ്റാൻ അവർക്ക് താല്പര്യമില്ല. ഇപ്പോൾ സൗദി അറേബ്യ നടത്തിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ ലോകത്തുള്ള പല ആൾക്കാരും വന്നിരുന്നു. വലിയ വൻ ഇൻഡസ്ട്രിയലിസ്റ്റും ബിസിനസ്സും ടൈക്കൂൺസും വലിയ ലെജൻസും ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കാൻ വന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ്, അങ്ങനെ പലരും വന്നിരുന്നു. അപ്പോൾ അതിനകത്തും ഇവരുടെ എല്ലാം ഡിമാൻഡ് ചെയ്തൊരു സംഭവമുണ്ട്, അവിടുത്തെ ആ സ്റ്റേറ്റിൻ്റെ റൂൾ ഓഫ് ലോ. അപ്പോൾ അവിടെ നടക്കുന്നതുമായിട്ട് അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിൽ മാറ്റമുണ്ടായാൽ മാത്രമേ ഞങ്ങൾക്കിവിടെ വരാൻ സാധിക്കത്തുള്ളൂ. കാരണം അവർ പറയുന്നത് കൈവെട്ട്, കാലുവെട്ട്, അതേപോലെ ശരീരത്തിലോ, ഇപ്പം ശരീരത്തിലോയുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോടുള്ളൊരു പയ്യൻ, മലയാളി പയ്യൻ്റെമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം നിങ്ങൾക്കറിയാം. അപ്പം അതിനുശേഷം ഇത്ര നാൾ തടവ് കഴിഞ്ഞു, പിന്നീട് 34-40 കോടി എങ്ങാണ്ട് കൊടുത്തിട്ടാണ് ജയിലിൽ നിന്ന് പുറത്ത്. അതിന് ഒത്തിരി നൂലാമാലകളും ചട്ടങ്ങളുമാണ്, ഇസ്ലാമിക നിയമമാണ്. ഈ പത്രത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് 2025 കൂടി സൗദി അറേബ്യയിൽ ശരീഅത്തിലോ, അതായത് ഇസ്ലാമിക ലോ ഇല്ലാതാക്കിയിട്ട് പകരം അവിടെ സെക്യുലർ ലോ കൊണ്ടുവരാൻ ശ്രമിക്കും. നിങ്ങൾക്കറിയാം, ഇപ്രാവശ്യം അവിടെ ക്രിസ്മസിനും അവിടുത്തെ മോൾസിലും എയർപോർട്ടിലും ആൾക്കാർ പബ്ലിക്കായിട്ട് കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ക്രിസ്തുമസ് ഡെക്കറേഷൻ, സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. അതായത് വലിയ മാറ്റമാണ്. കാരണം അവിടെ ഇസ്ലാം അല്ലാതെ ഒരു വർഷിപ്പോ പള്ളികളോ അമ്പലങ്ങളോ ഒന്നും അവിടെ പറ്റത്തില്ല. എല്ലാവരും പ്രൈവറ്റായിട്ട് ചെയ്യും. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമം അനുസരിച്ച് അവിടെ മറ്റുള്ള മതങ്ങളെയും ഇതേപോലെ തന്നെ അവർക്ക് വർഷിപ്പ് നടത്താനും പബ്ലിക് പ്ലേസും
തുറന്നു കൊടുക്കുവാൻ, അതായത് 2025 അവർ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ മാറ്റമായിരിക്കും. അതേപോലെ ശരീരത്തിലോ ഇല്ലാതാക്കിയ ശേഷം അതിനെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലുമായിട്ട് ഏകദേശം 500ഓളം പേരുടെ ടീമാണ് സൗദി അറേബ്യയിൽ നിന്ന് പോയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് റിയാദിലും ദമാമിലും ഒക്കെ തയ്യാറാകുന്നുണ്ട്. ഈ ഒരു സെക്യുലർ ലോ അവിടെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കും ഗവൺമെൻറ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, ഏതൊക്കെ രീതിയിലാണ് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്, ഇതെല്ലാം മുഴുവൻ അറബിയിലാക്കണം. വലിയ സംഭവമാണ്. അതായത് സൗദി അറേബ്യയിൽ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ വരും. നിങ്ങൾക്കറിയാം, ഈ സൗദി അറേബ്യയുടെ കിങ് സൽമാൻ തന്നെ നേരത്തെ അമേരിക്കൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ കൊടുത്ത കൃത്യമായ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതായത് പണ്ടെങ്ങനെയായിരുന്നു സൗദി അറേബ്യ, കാരണം ഇസ്ലാമിക് റവല്യൂഷന് മുമ്പ്, അപ്പോൾ അതേപോലെ അതിനെ തിരിച്ചു കൊണ്ടുവരണം. അല്ലാതെ ഇത് ഈ സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം പിന്നീട് എന്തൊക്കെ മാറ്റമാണ് ഉണ്ടായത്. കാരണം ഇഷ്ടംപോലെ റിച്ച് ആയിട്ടുള്ള നേഷനാണ്, ഓയിൽ ബേസ്ഡ് ആണ് സംഭവം, പണം ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഈ ആ രാജ്യത്തെ കൊണ്ട് കഴിയാത്തത് ഈ ഇസ്ലാമിക നിയമങ്ങളുള്ളതിൻ്റെ പേരിലാണ്. കാരണം പ്രോപ്പറായിട്ട് ബാങ്കിങ് നടത്തി പലിശ മേടിക്കാൻ പറ്റത്തില്ല. കാരണം അതൊക്കെ മാറിക്കഴിഞ്ഞാൽ മാത്രമേ, ഇപ്പോൾ പലതിനും ടാക്സേഷൻ അത് പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, അവിടെ മദ്യ ഷോപ്പ് ആദ്യമായിട്ട് തുടങ്ങി. അപ്പോൾ വലിയ സംഭവമായിരുന്നു. ഇപ്പോൾ ആദ്യത്തെ തുടങ്ങി, ഇനി പല ഷോപ്പുകൾ അവിടെ വരാൻ പോവുകയാണ്. ഉറപ്പായിട്ടും അതൊരു ഹോളി ലാൻഡ് എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ അറിയപ്പെടുന്നത്. ആ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലം മാറ്റിയിട്ട് ബാക്കിയുള്ളിടത്തെല്ലാം ജനങ്ങൾക്കും ലോകത്തിനും തുറന്നു കൊടുക്കുവാൻ വേണ്ടിയാണ് സൗദി അറേബ്യ ഒരുങ്ങുന്നത്. അതായത് ടൂറിസമായിട്ടും ഗ്ലോബലായിട്ട് പൊട്ടൻഷ്യലായിട്ട് ഒരു രാജ്യമായിട്ട് സൗദിയെ മാറ്റണം. അല്ലെങ്കിൽ ആ രാജ്യത്തിന് മുന്നോട്ട് ഇത്രമാത്രം മത തീവ്രതയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ തന്നെ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിലാണ് അവർ വഹാബികളെ സലഫികളെ അവർ ഓടിച്ചു കളഞ്ഞത്. കാരണം പല രാജ്യങ്ങളും ആവശ്യപ്പെട്ട് സൗദി തന്നെ ഫണ്ട് ചെയ്യുമായിരുന്നു പല സലഫിസവും ഈ സംഭവത്തിൻ്റെ പേരിലും ആൾക്കാരെ മുഴുവൻ അവിടുന്ന് ഓടിച്ചു. അപ്പം എല്ലാത്തിലും അവിടെ ആ പള്ളികളിലെല്ലാം റെസ്ട്രിക്ഷൻ ഉണ്ടായി. പിന്നെ മറ്റൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നത് പത്രത്തിൽ പറയുന്നത്, ഈ വെള്ളിയാഴ്ച എന്നുള്ളവരുടെ അവധി എടുത്ത് മാറ്റിയിട്ട് ശനിയും ഞായറുമായിരിക്കും ഇനിയും വരാൻ 2025 വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഗ്ലോബൽ മാർക്കറ്റ് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള, കാരണം ഇവർ ഓയിൽ ട്രേഡും മാർക്കറ്റും നടത്തുന്ന രാജ്യമാണ്. കാരണം ആ ഒരു സമയത്ത് ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് മാർക്കറ്റിൽ ഇൻ്റർവീൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവർ നാസ്ഡാക്കിൽ അവിടെയൊക്കെ ഇവരുടെ കമ്പനികൾ അവിടെ ഷെയർ വിൽക്കാനും IPO ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട്, കാരണം ട്രംപ് വരികയും ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ട്രംപ് വരുമ്പോൾ ഈ പത്രത്തിൽ പറയുന്ന റിപ്പോർട്ട്, എനിക്കതിനെപ്പറ്റി എത്ര സത്യാവസ്ഥ എനിക്കറിയത്തില്ല, ട്രംപ് സൗദി അറേബ്യയിൽ ഇനി വരുമ്പോൾ അദ്ദേഹം ഞായറാഴ്ച പോകുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയിലായിരിക്കും. ആ രീതിയിലാണ് അവിടെ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ നോയമ്പ് സമയത്ത് അവിടെ ഹോട്ടലുകളൊക്കെ അടച്ചിടുന്ന പരിപാടി പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുകയാണ്. അതായത് സൗദി അറേബ്യ എന്ന് പറയുന്നത് ഒരു സെക്യുലർ രാജ്യത്തെ എന്നതിനേക്കാളുപരി അവിടെ LGBTQ അതുവരെ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ആ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നത് അത് വേൾഡ് കപ്പിനും അത് ഒളിമ്പിക്സിനും ബിഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന ഭരണാധികാരിക്ക് അവർ കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് 2025 മാറ്റം കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രമേ ഈ രാജ്യത്തെ ലോകം മുഴുവനും അതായത് ഒരു ഷോക്കേസ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിനെന്തൊക്കെയാണ് മാറ്റം ഈ മണലാരണ്യത്തിൽ ഉണ്ടാക്കേണ്ടത്? അവർ പറയുന്നൊരു പോയിന്റ് ഉണ്ട്, സൗദി അറേബ്യ കാലിഫോർണിയ മരുഭൂമിയാണ്, നിങ്ങൾക്കറിയാം ആ സ്റ്റേറ്റ് മുഴുവൻ. കാലിഫോർണിയ പോലെ ആക്കി മാറ്റുക, സ്റ്റേറ്റ് പോലെ ലോസ് ഏഞ്ചലസും സിനിമയും എൻ്റർടൈൻമെൻറ്റും കാസിനോസും ലാസ് വെഗാസ് ഇതും എല്ലാം കൂടെ ഉൾപ്പെടുന്ന, അതായത് അവിടെ ഉണ്ടാക്കുന്ന പണം. ഇപ്പം നിങ്ങൾക്കറിയാം അവിടെ ഇപ്പം ഒരാൾ ഏൺ ചെയ്യുവാണ്, ഇന്ത്യയിൽ നിന്ന് പോയ പ്രവാസി ഏൺ ചെയ്യുവാണ്, കാരണം അവിടെ ചെലവ് ചെയ്യാനൊന്നുമില്ല, അത് പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് അയക്കുകയാണ്, അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന പണം, ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പണം അവിടെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ആ ഡൊമസ്റ്റിക് എക്കോണമിക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അതേപോലെ മറ്റൊരു തീരുമാനം അവർ ചെയ്തിരിക്കുന്നത്, അവിടെയുള്ള ചെറുപ്പക്കാരെ മുഴുവനും സ്കില്ലായിട്ട് കൂടുതൽ പഠിപ്പിച്ചിട്ട് അവർക്ക് അവരുടേതായ ജോലിയിൽ എൻഗേജ്മെൻറ്റ് കൊടുക്കുക. അതായത് സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുക, കൂടുതൽ ചെറുപ്പക്കാരെ സ്ത്രീകളെ ഇതിൻ്റെ അകത്ത് എൻഗേജ്ഡ് ആക്കുക, ലോകം മുഴുവൻ ഒരു ഷോക്കേസ് ആയിട്ട് സൗദി അറേബ്യ തുറന്നു കൊടുക്കുക. ഇത് മുഴുവനും ഇതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ല ഗ്ലോബലായിട്ട് അട്രാക്ഷൻ കിട്ടണം.
അതായത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ സൗദി അറേബ്യൻ എയർലൈൻസിനകത്ത് മദ്യമൊന്നും കൊടുക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ സൗദി അറേബ്യൻ ടെറൈൻ്റെ അകത്ത് അവരവിടെ പോർക്ക് വിതരണം ചെയ്യുന്നതിൽ അമേരിക്കൻ ക്യാമ്പുകളിലൊക്കെ ഈ പോർക്കുണ്ട്. അപ്പോൾ അതുവരെ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് സൗദി അറേബ്യ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലെ ചില സുഡാപ്പികൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടാത്ത വാർത്തയായിരിക്കും. പക്ഷെ പറയാൻ പോകുന്നത് സൗദിയുടെ ഒരു മാറ്റം വല്ലാത്തൊരു മാറ്റം തന്നെയാണ്. ഇനി നിങ്ങൾ കേരളത്തിൽ ഇവിടെ നോമ്പ് സമയത്തിന് ഹോട്ടൽ അടപ്പിക്കാൻ ശ്രമിക്കുന്നവർ, ഹോളി സിറ്റിയായ ഇസ്ലാമിക സിറ്റിയായ സൗദിയിൽ എന്താണ് ഉണ്ടാകുന്നത് അതും കൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സംഭവങ്ങൾ ബ്രേക്ക് ആവുന്നത്. ഇത് ലോകം മുഴുവനുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സൗദിയിൽ വന്നിരിക്കുന്ന ഒരു രസകരമായ തീരുമാനങ്ങൾ. അതായത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. സൗദിയിൽ മദ്യം ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഓരോ വർഷവും നടക്കുന്ന ഇല്ലീഗലായിട്ടുള്ള മദ്യ കച്ചവടം എന്ന് പറയുന്നത് 4 ബില്യന് മുകളിലാണ്. ആലോചിച്ച്, കാരണം ഇത് ഗവൺമെന്റ് കിട്ടുന്ന പണം ഇത് വെറുതെ പോവുക. അപ്പൊ അവിടെ ഇപ്പൊ അഴിമതി അങ്ങേയറ്റമാണ്. അതിന്റെ പേരിലാണ് അഴിമതിക്കാരായ പലരെയും പുറത്താക്കി അവരുടെ പണമെല്ലാം തിരിച്ചു പിടിക്കുന്നത്. അതായത് ശുദ്ധി കലശം നടത്തി ആ സൗദിയെ ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരിക. അതാണ് അവിടുത്തെ ഇപ്പോഴത്തെ കിരീടാവകാശം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനുകൂലമല്ലാത്തവരെ ഉറപ്പായിട്ട് അവരെ പുറത്താക്കും. കറക്റ്റ്. കാരണം ആ രീതിയിലുള്ള തീരുമാനമാണ് ഓരോ ദിവസവും നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ഈ നയം? ആ നയത്തിനെ മാറ്റം ലോകം മുഴുവനും റിഫ്ലക്റ്റ് ചെയ്യും. 100% സൗദി വലിയ മാറ്റത്തിലേക്ക് കുതിക്കുന്നു.